ഇന്ന് ജൂൺ 14 പുതിയ സിനിമകളുടെ സീരീസുകളുടെ ഉൾപ്പെടെയുള്ള 8 OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. ആദ്യത്തേത് കേരള ക്രൈം ഫയൽസ് എന്ന മലയാളം സീരീസിന്റെ രണ്ടാമത്തെ സീസൺ അപ്ഡേറ്റ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഈ മലയാളം ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ ഒഫീഷ്യൽ OTT ട്രെയിലർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഒപ്പം OTT റിലീസ് തീയതി പ്രഖ്യാപനവും വന്നിരിക്കുന്നു. അത് പ്രകാരം വരുന്നയാഴ്ച ജൂൺ 20 കേരള ക്രൈം ഫയൽസിന്റെ രണ്ടാമത്തെ സീസൺ ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസ് ആകുന്നതാണ്. രണ്ടാമത്തേത് മറ്റൊരു അജു വർഗീസ് അഭിനയിച്ച സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ. സിനിമയുടെ OTT അവകാശങ്ങൾ സൈനാപ്ലേ സ്വന്തമാക്കിയിരിക്കുന്നു. സിനിമയുടെ OTT കമ്മിങ് സൂൺ പോസ്റ്ററും ഇപ്പോഴത്തെ സൈനാപ്ലേയുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിരിക്കുന്നു. ഈ ജൂൺ മാസം തന്നെ സിനിമ OTT റിലീസ് ആകുന്നതാണ്. അടുത്ത സിനിമകളെല്ലാം തന്നെ വിദേശ സിനിമകളുടെ അപ്ഡേറ്റുകളാണ്. എക്കോ വാലി എന്നൊരു വിദേശ സിനിമ ആപ്പിൾ TV+ OTT പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം OTT റിലീസ് ആയിരിക്കുന്നു. മറ്റൊന്ന് ബ്രിക്ക് എന്ന നെറ്റ്ഫ്ലിക്സിന്റെ ഡയറക്റ്റ് OTT സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജൂലൈ 4 ഈ നെറ്റ്ഫ്ലിക്സ് ഡയറക്റ്റ് OTT സിനിമ OTT റിലീസ് ആകുന്നതാണ്. ജൂലൈ 9 മറ്റൊരു നെറ്റ്ഫ്ലിക്സിന്റെ ഡയറക്റ്റ് OTT സിനിമ കൂടി റിലീസിനായിട്ടൊരുങ്ങുന്നു. അത് സിയാം എന്ന സിനിമയാണ്. ഇന്ത്യൻ ഭാഷകളിലടക്കം ഈ വിദേശ സിനിമ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് ആമസോൺ പ്രൈമിന്റെ ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന ഒരു സീരീസ് അപ്ഡേറ്റ് ആണ്. ബെല്ലാഡ് എന്നാണ് സീരീസിന്റെ പേര്. ജൂലൈ 9 ആമസോൺ പ്രൈമിലൂടെ ഈ സീരീസ് OTT റിലീസ് ആകുന്നതാണ്. ഒരു തമിഴ് സിനിമയുടെ OTT റിലീസ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ജിന്ന് ദി പെറ്റ് എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ജൂൺ 20 സൺനെസ്റ്റിൽ OTT റിലീസ് ആയിട്ട് എത്തുന്നതാണ്. അവസാനത്തേത് മലയാളികൾ കാത്തിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലി അപ്ഡേറ്റ് ആണ്. മെയ് മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപ് നായകനെത്തിയ സിനിമയാണല്ലോ. ദിലീപിന്റെ സമീപകാലത്തെ ഏറ്റവും മികച്ച കളക്ഷൻ നേടിയെടുത്ത പ്രിൻസ് ആൻഡ് ഫാമിലി. C5 OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ അങ്ങനെ വരുന്നയാഴ്ച OTT റിലീസ് ആകുകയാണ്. ജൂൺ 20 സിനിമ C5 OTT റിലീസ് ആകുക. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പ്രിൻസിന്റെ OTT കേട്ട് കാത്തിരിക്കാം.